കന്യാകുമാരി ജില്ലയിൽ കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ട്വിൻ വാട്ടർഫോൾസ്. അധികമാരും കേട്ടിട്ടില്ലാത്ത തമിഴ്നാട്ടിലെ കോതയാറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വാണ്ടർലസ്റ്റ്. Good morning. It's 5:05 in the morning. ഇന്നൊരു ഡേ റൈഡാണ് ടുവേർഡ്സ് കോതയാർ. കോതയാർ ഈസ് ആക്ച്വലി ഇൻ തമിഴ്നാടു. ട്രിവാൻഡ്രത്ത് നിന്ന് വലിയ ഡിസ്റ്റൻസ് ഇല്ല, ഓൾമോസ്റ്റ് ഒരു 75 കിലോമീറ്റേഴ്സ്. ഡേ റൈഡായിട്ട് പോയിട്ട് വരാനുള്ള ദൂരമേ ഉള്ളൂ. കുറച്ച് കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. 2 തവണ ട്രൈ ചെയ്തപ്പോഴും അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് അവർ വിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ അവർക്ക് എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ചില സമയത്ത് പോകുമ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിടാറില്ല. ലേറ്റസ്റ്റ് ആയിട്ട് പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് റോഡ് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് വിടത്തില്ല എന്നാണ്. ഏതായാലും ഇത്തവണ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. സോ റോയൽ എൻഫീൽഡ് റെട്രോ റൈഡേഴ്സ് ട്രിവാൻഡ്രം ക്ലബിൻ്റെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു വിൻറ്റേജ് ബുള്ളറ്റ് ഓണേഴ്സിൻ്റെ ക്ലബ്ബാണ്. എൻ്റെ ഫ്രണ്ട് അരുൺ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഹി ഓൺസ് എ 1978 മോഡൽ. ഇപ്പോൾ കാട്ടാക്കട എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാട്ടാക്കട സൈഡിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ കാട്ടാക്കടയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് കുറച്ച് മുമ്പിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരെയും കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ കോതയാർക്ക് വിടും. തമിഴ്നാട് സൈഡിലാണ് കോതയാർ വരുന്നത്. സോ ഒരു ചെറിയ ബോർഡർ ക്രോസിംഗ് ഉണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടേ ഉള്ളൂ. ഇത് നെയ്യാർ സൈഡിലേക്ക് പോകുന്ന റോഡാണ്. നെയ്യാറിൻ്റെ ആ റൂട്ട് വഴിയാണ് നമ്മൾ നെട്ടയിലേക്ക് കയറിയിട്ട് നെട്ട വഴിയാണ് പേച്ചിപ്പാറ സൈഡിലേക്ക് പോകേണ്ടത്. കോതയാർ ആക്ച്വലി ഈ അടുത്ത കാലത്താണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. കുറച്ച് വ്ളോഗേഴ്സൊക്കെ പോയിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ അതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത്. ബേസിക്കലി കോതയാർ പണ്ടൊരു നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ടൗൺ ആയിരുന്നു. ബട്ട് ഇപ്പോൾ അവിടെ ഫാമിലീസിൻ്റെ എണ്ണം വളരെയധികം കുറവാണ്. ബസ് റൂട്ട് ആണ് അവിടെ, തമിഴ്നാടിൻ്റെ ബസ് സർവീസസ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. എൻട്രി ടൈം ആക്ച്വലി മോർണിംഗ് 6 to ഈവനിങ് 6 ആണ്. അതും 2 മണിക്ക് ശേഷം അകത്തേക്ക് അങ്ങനെ കയറ്റി വിടാറില്ല. ബിക്കോസ് പോയിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ ഈവനിങ് സമയമായിക്കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇത് പ്രോപ്പർ ഫോറസ്റ്റ് ഏരിയ ആണ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണല്ലോ ഈ സ്ഥലം വരുന്നത്. സോ 2 മണിക്ക് ശേഷം അങ്ങോട്ട് കയറ്റി വിടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നേച്ചർ ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. ആനയും പുലിയും കാട്ടുപോത്തും ഒക്കെ ഉള്ള സ്ഥലമാണ്. സോ പോകുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പോവുക. ഓൾമോസ്റ്റ് അറൗണ്ട് 75 കിലോമീറ്റേഴ്സാണ് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് കോതയാർ വരെ വരുന്നത്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന റൂട്ട് കാട്ടാക്കട വഴി നെയ്യാർ സൈഡിൽ വന്നിട്ട് നെയ്യാർ വഴി നെട്ട പോയി നെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പേച്ചിപ്പാറ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 15 കിലോമീറ്ററാണ് കോതയാർ വരുന്നത്. ഈ റൂട്ട് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഒതുങ്ങിയൊരു റൂട്ടാണ്. അധികം ആളും ബഹളമൊന്നും ഇല്ലാത്ത നല്ല റോഡൊക്കെ ഉള്ള റൂട്ടാണ്. ഇപ്പോൾ രാവിലെ നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടാണ് ബെസ്റ്റ്. ഞാനിപ്പോൾ പോകുന്നത് റോയൽ എൻഫീൽഡ് റെട്രോ റൈഡേഴ്സ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ക്ലബിൻ്റെ കൂടെയാണ്. യുണീക്ക് ആയിട്ടുള്ളൊരു ക്ലബ്ബാണിത്. ബിക്കോസ് ഇതിലെ മെമ്പേഴ്സ് എല്ലാം വിൻറ്റേജ് ബുള്ളറ്റ് ഓണേഴ്സാണ്. റോയൽ എൻഫീൽഡിൻ്റെ കാസ്റ്റ് ആൻഡ് എൻജിൻ സീരീസിലുള്ള വണ്ടികളുണ്ട്. 2010, 2011 വരെയൊക്കെ ഇറങ്ങിയിരുന്ന വണ്ടികളുണ്ട്. സൈഡിൽ ബ്രേക്കും റൈറ്റ് സൈഡിൽ ഗിയർ സിസ്റ്റവും വന്നിരുന്ന ടൈപ്പ് ഓഫ് എൻജിൻ, അങ്ങനത്തെ വണ്ടികൾ മാത്രമാണ് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ഉള്ളത്. 1960s മുതലുള്ള വണ്ടികൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരിലുണ്ട്. സോ അങ്ങനെ ഒരു ക്ലബ്ബാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് എ യുണീക്ക് ക്ലബ്. 50+ മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിനകത്ത്. ഇവരെല്ലാവരും ഒന്നിലധികം വിൻറ്റേജ് ബുള്ളറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. വിൻറ്റേജ് ബുള്ളറ്റ്സ് ഹോൾഡ് ചെയ്യുന്നു പറയുമ്പോൾ അത് വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യല്ല. ഓരോ വണ്ടിയും ഷോറൂമിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഇരിക്കും കാണാനായിട്ട്. സോ അത്രയും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. മൾട്ടിപ്പിൾ വിൻറ്റേജ് ബുള്ളറ്റ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു ക്ലബിലുണ്ട്. 3 digit നമ്പർ പ്ലേറ്റ്സ് വരുന്ന ഒരുപാട് വണ്ടികളും ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സീ സം ഹാർഡ് കോർ വെഹിക്കിൾ ലവേഴ്സ് അല്ലേ. സോ ഇഫ് യു ആർ ഫ്രം ട്രിവാൻഡ്രം ആൻഡ് ഇഫ് യു ഹാവ് എ വിൻറ്റേജ് ബുള്ളറ്റ്,
ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. യു ക്യാൻ ഓൾസോ ബിക്കം എ മെമ്പർ ഓഫ് ദ ക്ലബ്. വിൻറ്റേജ് ബുള്ളറ്റ് ഓൺ ചെയ്യുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ട എല്ലാ ഹെൽപ്പും അവർ ചെയ്യുന്നതായിരിക്കും. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണത്. ആനപ്പാറ എന്ന് പറയുന്നൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും ക്ലൈമറ്റ് നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഒരു ചെറിയൊരു മഞ്ഞൊക്കെ അടിച്ചിട്ട് എയറിലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്നത് കുറച്ച് നാച്ചുറലായിട്ടുള്ള ഏരിയ കൂടെ ആണ്. അതായത് സിറ്റിയായിട്ട് മാറിയിരിക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റേതായൊരു ഗുണമുണ്ട്. പക്ഷേ സ്റ്റിൽ ഇതിപ്പോൾ വെള്ളറട എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ബോർഡർ ഏരിയ ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വരുമ്പോഴും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കൂടെയാണ് നമ്മൾ വരുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ചെറിയൊരു മിസ്റ്റിൻ്റെ കവറുണ്ട്. അത് എയറിലും നമുക്ക് ആ ഒരു മിസ്റ്റിൻ്റെ ചെറിയൊരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ്. ഓ നൈസ്. ആ റോഡ് കണ്ടോ? ഇതാണ് ഈ റൂട്ട് എടുക്കാനുള്ള റീസൺ. ബിക്കോസ് റോഡ് ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കും. നല്ല റോഡാണ്. അതുപോലെ ക്ലൈമറ്റും വളരെ പ്ലസൻ്റാണ്. സോ സിറ്റിയിലെ തിരക്കൊക്കെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ റൈഡൊക്കെ പോകുന്നത്. ഇതാ ഒരു മഞ്ഞിൻ്റെ ഇത് കണ്ടോ? ആ ലൈറ്റിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ചെറുതായിട്ട് അറിയാൻ പറ്റും. ബട്ട് ഗോപ്രോ എപ്പോഴും ബെറ്റർ വിസിബിലിറ്റി തരുന്നൊരു സാധനമാണ്. ഈവൻ നല്ല മഞ്ഞുള്ള സമയത്തും ഗോപ്രോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഉപയോഗിക്കുന്നവർക്കറിയാം. സോ ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേസ് ദ ക്ലൈമറ്റ് ഈസ് പ്ലസൻറ്റ്. പ്രോപ്പറായിട്ടൊരു സീസണൽ ക്ലൈമറ്റ് കിട്ടിയിട്ട് ഒരുപാട് ദിവസമായി. ഇത്തവണ എന്തായാലും മഴയും വെയിലും ഒക്കെ ടൈംലി ആയിരുന്നു. സോ വിൻ്ററും അതുപോലെ നല്ലൊരു വിൻ്റർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കന്യാകുമാരി ഡിസ്ട്രിക്ട് പോലീസ് വെൽക്കം യു എന്ന് പറയുന്ന ബോർഡ് കണ്ടു. ബോർഡൊക്കെ തമിഴിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. കോതയാർ ഇവിടെ നിന്നൊരു 29 കിലോമീറ്റേഴ്സാണ്. തൃപ്പരപ്പ് ഫാൾസ് ഒക്കെ അടുത്താണ്. സോ ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് ഒഫീഷ്യലി. വി ഹാവ് ക്രോസ്ഡ് ദ ബോർഡർ. ഇതാണ് തമിഴ്നാടിൻ്റെ നെട്ട ചെക്ക് പോസ്റ്റ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുള്ളത്. കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ബീച്ചസാണ്. ബീച്ചും വെയിലും ഒക്കെയാണ്. പക്ഷേ ദിസ് ഈസ് ഓൾസോ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. കേരളമായിട്ട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പാർട്ടാണ് നെട്ട. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ സ്ഥലങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റുള്ളൂ. റബ്ബർ പ്ലാന്റേഷൻസ് ആണ് ഇങ്ങോട്ട്. കോതയാറും റബ്ബർ പ്ലാന്റേഷനാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട്ടിലാണെന്നുള്ളൊരു ഫീല് പോലും കിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വുഡ് യു ബിലീവ് ദാറ്റ് ദിസ് ഈസ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്? ഇവിടെ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറൊരു കാര്യത്തിനും ആൾക്കാർ വരാറുണ്ട്. ഇത് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടും കൂടെയാണ്. ഉച്ചയ്ക്കുള്ള ഊണാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം. അതിൻ്റെ കൂടെ കിട്ടുന്ന ഇവിടുത്തെ ഡാമിൻ്റെ റിസർവോയറിൽ നിന്നൊക്കെ പിടിക്കുന്ന ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ. അതായത് നമുക്ക് ചൂസ് ചെയ്യാം. ലൈവായിട്ട് ഫിഷസ് ഉണ്ടാവും. ചൂസ് ചെയ്യുന്ന ഫിഷ് അവരെടുത്തിട്ട് നമുക്ക് കറിയാക്കി തരും. ഓ ലുക്ക് അറ്റ് ദ പ്ലേസ് മാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. നൈസ്. ഇത് ചിച്ചാ ഡാമിൻ്റെ റിസർവോയർ ഏരിയ ആണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ടോ? റീസ്റ്റോർ ചെയ്ത 2 3 ഡിജിറ്റ് ബുള്ളറ്റ്സ്, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പെയിൻറ്റ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കോതയാർ നല്ല രസമായിരിക്കും കാണാനായിട്ട്. കാരണം ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ഒരിക്കലും കാടിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ കാടിനൊരു ഫ്രഷ്നെസ് വരും.
അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഈ തമിഴ്നാടിൻ്റെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഓടുന്ന വണ്ടികളെല്ലാം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ബാക്കി സിറ്റീസിലൊക്കെ ഓടിയിട്ട് ഏകദേശം കണ്ടം ചെയ്യാറായ വണ്ടികളായിരിക്കും ഇവരിങ്ങോട്ട് കൊടുത്തു വിടുന്നതെന്ന് തോന്നുന്നു. അല്ലാണ്ട് എന്തുകൊണ്ടാണാവും നോട്ട് മെയിൻറ്റെയിൻഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഈ റൂട്ടിൽ വരികയാണെങ്കിൽ ഹോട്ടൽസ് വളരെ കുറവായിരിക്കും. സോ എവിടെയെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പേച്ചിപ്പാറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽസ് ഒന്നും ഉണ്ടാവില്ല. കോതയാർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെയാണ്, 1-2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുഡ് ലൈവായിട്ട് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കി വയ്ക്കത്തില്ല. പിന്നെ ഉള്ളത് കോതയാർ അങ്ങ് ടോപ്പിലായിട്ട് ജനവാസമുള്ളൊരു മേഖലയിൽ 1-2 ചെറിയ ഹോട്ടൽസ് ഉണ്ടാവും. അപ്പോൾ വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കയറുന്നതാണ് സേഫ്. ഇവിടെ നിന്ന് പേച്ചിപ്പാറ 8 കിലോമീറ്റർ, കോതയാർ 22 കിലോമീറ്റർ. ഇതാണ് ചിറ്റാ ഡാം 1. So what you see in front is Chitta Dam 1. വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ തോട് പോലെ ഒഴുകുന്നത്. അല്ലെങ്കിൽ ഇത് ഫുൾ ഫില്ല് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ചിറ്റാ ഡാമിലേക്ക് കയറുന്ന എൻട്രൻസ് ആണിത്. സോ ദിസ് ഈസ് ചിറ്റാ ഡാം 1ൻ്റെ നമുക്ക് കയറാൻ പറ്റുന്ന എൻട്രൻസ്. ഇതുവഴി അകത്ത് കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഡാമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. ആദ്യം ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. കാരണം കോതയാറിൽ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കൊള്ളാമല്ലോ, എൻ്റെ പട്ടിക്കുട്ടികൾ രണ്ടുപേരും കൂടെ എന്താ റോഡിന് നടുക്ക്. നേരെ കാണുന്നതാണ് പേച്ചിപ്പാറ ഡാം. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് കോതയാർ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്ന് വരുന്നത്. മുമ്പിൽ കാണുന്നതാണ് കോതയാർ ചെക്ക് പോസ്റ്റ്. അഗസ്ത്യമുനിയുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഈ ഏരിയയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കളക്കാട് മുണ്ടന്തുറയാണെങ്കിലും അഗസ്ത്യാർകൂടം ആണെങ്കിലും ഇവിടെയൊക്കെ അഗസ്ത്യമുനിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓ നൈസ്. ഇവിടെ നമ്മളങ്ങോട്ട് ഫോറസ്റ്റ് റൂട്ടിലോട്ട് പോകുന്നത്. കുറച്ച് നേരത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ബിക്കോസ് വണ്ടികളുടെ നമ്പർ ഇന്ന് ഭയങ്കര കൂടുതലാണ്. നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 15 to 20 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ഇത്രയും വണ്ടി കണ്ടപ്പോൾ അവർ പറയുന്നത് റോഡൊക്കെ ഇപ്പോൾ ടാർ ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ഓവർ സ്പീഡിൽ പോയി ആരെങ്കിലുമൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ആരും സമാധാനം പറയുന്നൊക്കെ പറഞ്ഞ് ലോക്കൽസ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പോയി സംസാരിച്ചു. നമ്മളിതുപോലെ വിൻറ്റേജ് ബുള്ളറ്റ്സൊക്കെയാണ്, അതുകൊണ്ട് പതുക്കെയൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഇച്ചിരി സമാധാനപ്പെട്ടത്. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് ദെയർ സ്പേസ്. ഇത് അവരുടെ സ്ഥലമാണ്. ഒന്നാമത് കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ട്. അത് വെറുതെ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ല, നമ്മുടെ മുന്നേ വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഇഷ്യൂസാണ്. സോ ഇനിയുള്ള ആൾക്കാരെങ്കിലും വരുന്ന സമയത്ത് കുറച്ച് കോഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കുക, സേഫായിട്ട് വണ്ടി ഓടിക്കുക, ഇവിടെയുള്ള ആൾക്കാരെ മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് അനുവദിക്കുക, അത്രേ ഉള്ളൂ. $50 വെച്ചിട്ടാണ് വാങ്ങിക്കുന്ന ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്. അതവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. എന്നെങ്കിൽ കോതയായിരുന്നാ മേലെ മേലെ ആമാ ട്രിവാൻഡ്രത്തിലുണ്ട് അമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ലോക്കൽസ് അവർ അന്വേഷിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് അവരുടെ ഏരിയ ആണ്, ഇത് പ്രോപ്പർ ഒരു കാട് പോലത്തെ ഏരിയ ആണ്. അവരിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ കൂടുതലും താഴെ ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെയുള്ള വേറെ ടൗൺസിൽ നിന്നൊക്കെ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ സെറ്റിലായ ആൾക്കാരാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോതയാർ വാസ് ഹാപ്പനിങ് പ്ലേസ്. നേരത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ പക്ഷേ നമ്പേഴ്സ് വളരെ കുറവാണെന്നേ ഉള്ളൂ. സ്റ്റിൽ അവരിവിടുത്തെ റെസിഡൻസാണ്, അവരിവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ആ ഒരു സമാധാനം റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്യൂയില്ല. വരുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. കോതയാറിൽ മെയിനായിട്ട് കാണാനുള്ളത് 2 വാട്ടർഫോൾസ് ഉണ്ട്. ഒരെണ്ണം കോതയാർ ട്വിൻ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് അല്പം ഫേമസ് ആണ്. പിന്നെ ഉള്ളത് മോതിരമലയെന്നാണെന്ന് തോന്നുന്നു ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഇവിടെ അധികം വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ചിറ്റാ ഡാമിൽ ഷട്ടേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, അവിടെ വെള്ളവും ഇച്ചിരി കുറവായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബട്ട് ബ്യൂട്ടിഫുൾ റൂട്ട് ഒരു രക്ഷയില്ല. നമ്മൾ പ്രോപ്പർ കാടിനകത്തൂടെ പോകുന്നൊരു ഫീൽ തന്നെയുണ്ട്. ഈരക്കാടും ആനയുള്ള സ്ഥലമാണ്, ഒരുപാട് ആനയുടെ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ടൈം ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ. റബ്ബർ പ്ലാന്റേഷൻസ് ആണ് ഇവിടെ കൂടുതലും. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരുടെ മെയിൻ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് തന്നെ റബ്ബർ പാല് കളക്ട് ചെയ്ത് കൊണ്ട് അവിടെ കൊടുക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ്. അല്ലാണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ കൃഷിയുണ്ട്. എല്ലാ റബ്ബർ എസ്റ്റേറ്റിലും ഉള്ളതുപോലെ പൈനാപ്പിൾ കൃഷി ഇപ്പോഴും ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സീസൺ കഴിയുന്ന സമയത്ത് പൈനാപ്പിൾ വയ്ക്കും, അത് കഴിഞ്ഞ് റബ്ബർ വലുതാകുമ്പോഴേക്കും അത് മാറ്റും. എന്തൊരു സ്ഥലമാണല്ലേ, ബ്യൂട്ടിഫുൾ. ഇത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പ്ലാന്റേഷൻസ് ആയിട്ട് കിടന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ വെട്ടി വെളുപ്പിച്ചിട്ട് പൈനാപ്പിൾ വയ്ക്കുന്നത് അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫോറസ്റ്റിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലമല്ല. ദീസ് ആർ ഓൾ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്. അറ്റ്ലീസ്റ്റ് ലീസിൽ ഉള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ലീസ് പീരീഡ് കഴിയുന്നവരെ ഫോറസ്റ്റിന് അത് ടേക്ക് ഓവർ ചെയ്യാൻ ലീഗലി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്ച്വലി ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, തിരിച്ചെടുക്കുന്നുണ്ട്. മൊബൈൽ ടവറൊക്കെ ഉണ്ട്, അപ്പോൾ അത്യാവശ്യം റേഞ്ച് വരേണ്ടതാണ്. പക്ഷേ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് കോതയാർ വന്നു കഴിഞ്ഞാൽ റേഞ്ചൊന്നും കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറരുത് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ബട്ട് മൊബൈൽ ടവർ ഉണ്ട് കേട്ടോ, അതേ ഇരിക്കുന്നു. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെ അവർ ഫെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആനയ്ക്ക് ഈ ഫെൻസ് ഒന്നും ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ട്രിക് ഫെൻസ് പോലും മരമൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കടന്നു പോകുന്നൊരു ടീമാണ് ആന. അത്രയും ബുദ്ധിയുള്ളൊരു ജീവിയാണ്. പിന്നെ ഇതൊരു പാർട്ടീഷനായിട്ട് വേണമെങ്കിൽ വയ്ക്കാം, അത്രേ ഉള്ളൂ.
ഇപ്പം നമ്മൾ വന്ന ഒരു ടേണിംഗ് ഉണ്ട്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു പാലം വെച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഹായ്. ഇതാണ് കോതയാറിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കോതയാറിലെ മോതിരമലൈ വാട്ടർഫോൾസ്. ഇന്നിപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, മേളിൽ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇനിയുണ്ട്. കാട്ടാക്കട. ഈ കാണുന്നതാണ് കോതയാർ ട്വിൻ ഫാൾസിലേക്ക് പോകുന്ന വഴി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കോതയാർ ട്വിൻ ഫാൾസിലോട്ട് പോകുന്ന സ്ഥലമാണ്. എന്ത് ഭംഗിയാണ് ഈ സ്ഥലം. നേരെ കാണുന്നതാണ് കോതയാർ ട്വിൻ ഫാൾസ്. ഈ കാണുന്നതാണ് കവചവാലൻ എന്ന് മലയാളത്തിൽ പറയുന്ന ഷീൽഡ് ടെയിൽഡ് സ്നേക്ക് എന്ന് പറയുന്ന പാമ്പ്. രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇരുതല മൂരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് വെനമസ് അല്ലാത്തൊരു സ്നേക്കാണ്.
ഈ ഒരു ഏരിയയാണ് കോതയാറിൻ്റെ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, അതുപോലെ തന്നെ ഹോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലത്താണ്. നേരത്തെ ഇൻഫോം ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഉഗ്രം മഴ കിട്ടിയെങ്കിലും പതിയെ ഞങ്ങൾ കോതയാറിനോട് വിട പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ട്രെയിൻ റൈഡ് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തവണ എന്തായാലും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. നല്ല ഹെവി റെയിനുള്ള സമയത്ത് ചിറ്റാ ഡാമിൻ്റെ റിസർവോയർ കണ്ടിട്ടുണ്ട്. ഐ ഹോപ്പ് കോതയാർ റൈഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. See you soon with another one. Until then, adios amigos.